ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയവരിൽ ഇന്നത്തെ ആദ്യത്തെ വിജയി, അതായത് ഇന്ന് ആദ്യത്തെ മണിക്കൂറിലെ വിജയി ആരെന്ന് അറിയാനുള്ള ഒരു സമയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സ്ക്രീനിൽ ആ പേരതാ തെളിയുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരുന്നത് പോലെ ആദ്യത്തെ മണിക്കൂറിലെ വിജയി ആരാണത്? സുബിൻ പി വി, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സുബിൻ ആണ് ആദ്യത്തെ വിജയി. അഭിനന്ദനങ്ങൾ സുബിനൊപ്പം ആശംസകൾ. ഇനി ചതയ ദിനം, അതായത് നാളെയും കൂടി നമ്മുടെ ഈ പദ്ധതി ഉണ്ട്. അതുകൊണ്ട് തന്നെ വാർത്തകളും മറ്റു പരിപാടികളുമൊക്കെ മുടങ്ങാതെ കാണുക, QR കോഡ് സ്കാൻ ചെയ്യുക, സമ്മാനത്തിനായി കാത്തിരിക്കുക. തീർച്ചയായും ആ സമ്മാനം നിങ്ങളിലേക്കും എത്താനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. ഇനി രണ്ടാമത്തെ വിജയിലേക്ക് പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ വിജയിയുടെ പേര് നമ്മുടെ സ്ക്രീനിൽ എത്തിക്കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഹാജിറ ആശംസകൾ. നമ്മുടെ അമൃത ടി.വിയുടെ പരിപാടികളൊക്കെ തീർച്ചയായും മുടങ്ങാതെ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ടാണല്ലോ സമ്മാന പദ്ധതിയിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നത്. ആവേശക്കാഴ്ചകളുടെ കേളികൊട്ടാണ് ഈ ഓണക്കാലത്ത് മുഴുവൻ അമൃത ടി.വി പ്രേക്ഷകർക്കായി ഒരുക്കിയത്. ഇനിയും അടുത്ത ദിവസങ്ങളിലും മറ്റ് ദിവസങ്ങളിലുമൊക്കെ ധാരാളം പരിപാടികൾ വരുന്നുണ്ട്. മൂന്നാമത്തെ മണിക്കൂറിലെ വിജയി ആര് എന്നറിയാം. സ്ക്രീനിൽ അത് എത്തിക്കഴിഞ്ഞു. സന്തോഷ് ദിവാകരൻ, എറണാകുളം ജില്ലയിൽ നിന്നുള്ള സന്തോഷ് ദിവാകരൻ മൂന്നാമത്തെ വിജയിയായി മാറിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രേക്ഷകരുടെ ഒരു പിന്തുണയോടുകൂടി 20 വർഷം പൂർത്തിയാക്കി നമ്മൾ 21ാം വർഷത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ആ സന്തോഷം ഈ ഓണക്കാലത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു പദ്ധതി കൂടിയായിരുന്നു ഇത്. ഇനി നമുക്ക് നാലാമത്തെ മണിക്കൂറിലെ ആ വിജയി ആരാണ്? കൊല്ലം ജില്ലയിൽ നിന്നുള്ള ബിനുകുമാറിന് ആശംസകൾ. പരിപാടികൾ ഇനിയും കാണുക, നമ്മളെ എല്ലാ തരത്തിലും പിന്തുണയ്ക്കുക, വാർത്തകളൊക്കെ കാണുക. ധാരാളം പ്രോഗ്രാംസ് നമുക്കുണ്ട്, അതും കാണുക. ഒപ്പം നമ്മളെ ഈ സമ്മാന പദ്ധതിയിൽ ഇനിയും പങ്കെടുക്കുക. നാളെയും കൂടി നിങ്ങൾക്ക് സമ്മാന പദ്ധതിയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. 5ാമത്തെ മണിക്കൂറിലെ വിജയിയിലേക്കാണ് പോകുന്നത്. 5ാമത്തെ മണിക്കൂറിലെ ആ വിജയി ആരാണ്? തങ്കമ്മ KG, കോട്ടയം ജില്ലയിൽ നിന്നുള്ള തങ്കമ്മ KG ആണ് നമ്മുടെ ഈ ദിവസത്തെ അടുത്ത വിജയി. പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ സ്ക്രീനിലെ QR കോഡ് സ്കാൻ ചെയ്യുക. ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകി സമ്മാനത്തിനായി കാത്തിരിക്കണം. മണിക്കൂറുകളുടെ ഇടവേളകളിലാണ് ചോദ്യങ്ങൾ വരിക എന്നറിയാലോ നിങ്ങൾക്ക്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ സ്വയംവര സിൽക്സും വണ്ടർലായുമാണ് ഈ സമ്മാനങ്ങൾ നൽകുന്നത്. 6ാമത്തെ മണിക്കൂറിലെ വിജയി കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള അശോക് അച്ചു പുതിയാപ്പ. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള അശോകിനാണ് ആ സമ്മാനം കിട്ടുന്നത്. അഭിനന്ദനങ്ങൾ അശോക്, ആശംസകൾ. ഇനി അടുത്ത മണിക്കൂറിലെ വിജയിയിലേക്ക് നമ്മൾ പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പ്രോഗ്രാമുകളും വാർത്തകളും ഒക്കെ സ്ഥിരമായി കാണുക. ബീന മോഹനൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാർത്തകൾ സമഗ്രമായി വരാറുണ്ട്. 7ാമത്തെ മണിക്കൂറിലെ ആ വിജയി കോട്ടയം ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഇന്ദുകല PG. ഈ മണിക്കൂറുകളുടെ വിജയിൽ ഈ കോട്ടയം ജില്ലയിൽ നിന്നുള്ള 2ാമത്തെ വിജയിയാണ് ഇന്നത്തെ ദിവസത്തെ ഈ ഇന്ദുകല. സമ്മാനങ്ങൾ നേടാൻ പ്രേക്ഷകർക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദിവസം കൂടി അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ ആ അവസരം പ്രയോജനപ്പെടുത്തുക. സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മളെപ്പോഴും കരുത്തും പ്രചോദനവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എട്ടാമത്തെ ആ വിജയിയുടെ പേര് നമ്മുടെ സ്ക്രീനിൽ എത്തിക്കഴിഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള സേതുലക്ഷ്മി, അഭിനന്ദനങ്ങൾ. അങ്ങനെ സമ്മാനങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. അമൃത TV നല്ലോണം കണ്ടോണം, ലക്ഷങ്ങൾ കൊണ്ടോണം. അതിന് ഇനി 8ാമത്തെ വിജയിലേക്ക്, ശരിക്കും 9ാമത്തെ വിജയിലേക്ക് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. 9ാമത്തെ വിജയി നമ്മുടെ സ്ക്രീനിൽ എത്തിക്കഴിഞ്ഞു. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ശ്രുതി ലെനിഷാണ് 9ാമത്തെ മണിക്കൂറിലെ ആ വിജയി. 12 വിജയികളാണ് ഒരു ദിവസം വരിക. ഇന്നത്തെ 12 വിജയികൾ എത്താൻ ഇനി 3 പേരെ കൂടി പ്രഖ്യാപിച്ചാൽ ഇന്നത്തെ ആ 12 വിജയികളുടെ പേര് എത്തിക്കഴിഞ്ഞു. 10ാമത്തെ വിജയി ആരാണ്? ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി? തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെ അഫ്രാദ്, തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഇന്നത്തെ 2ാമത്തെ വിജയിയാണ് അഫ്രാദ്. നേരത്തെ 9ാമത്തെ വിജയും തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ശ്രുതിയായിരുന്നു. ഇനി 11ാമത്തെ വിജയിയിലേക്ക് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. 11ാമത്തെ വിജയി ആരാണ്? ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ആ ഭാഗ്യവതി ആരാണ്? വണ്ടർലായും അല്ലെങ്കിൽ സ്വയംവര സിൽക്സ് നൽകുന്ന സമ്മാനം ഏറ്റുവാങ്ങാൻ പോകുന്ന ആൾ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഷമീർ അഹമ്മദ്. അഭിനന്ദനങ്ങൾ, ആശംസകൾ. തുടർന്നും നമ്മുടെ പരിപാടികളൊക്കെ കാണുക, മത്സരത്തിൽ പങ്കെടുക്കുക. ഇനിയും അവസരം ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഉണ്ട്. ഇനി ഈ ദിവസത്തെ 12ാമത്തെ മണിക്കൂറിലെ ആ വിജയി ആരാണ്? ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി? ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള സത്യനാഥ് MR. ആലപ്പുഴയിൽ നിന്നുള്ള ഈ ദിവസത്തെ 2ാമത്തെ വിജയിയാണ് സത്യനാഥ്. ഏതായാലും 12 വിജയികൾ, ഈ ദിവസത്തെ 12 മണിക്കൂറിലെ വിജയികളെ ഇപ്പോൾ പ്രേക്ഷകർക്ക് അറിയാം. ആ 12 വിജയികൾക്കും അഭിനന്ദനങ്ങൾ, ഒപ്പം ആശംസകൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ പരിപാടികൾ സ്ഥിരമായി കാണുക, ഒപ്പം നമ്മുടെ വാർത്താ ബുള്ളറ്റിനുകളിലും കാണുക, എല്ലാ അഭിപ്രായങ്ങളും പറയുക. ഒപ്പം നിങ്ങളുടെ പിന്തുണ തീർച്ചയായും വേണം. പ്രേക്ഷകരുടെ പിന്തുണയോടുകൂടിയാണ് നമ്മൾ ഇക്കണ്ട കാലം മുന്നോട്ട് പോയത്. ഇനിയും പ്രേക്ഷകർ തീർച്ചയായും വലിയ പിന്തുണ നമുക്ക് നൽകേണ്ടതുണ്ട്. 12ാമത്തെ മണിക്കൂറിലെ വിജയ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള സത്യനാഥാണ്.
സമഗ്രമായ വാർത്തകൾ നേരത്തെ ശ്രീജിത്തും അതുപോലെ തന്നെ ബീനയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാർത്തകൾ വളച്ചൊടിക്കാതെ കൃത്യമായി ബഹളങ്ങളൊന്നുമില്ലാതെ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും അത് തുടർന്ന് തന്നെ പോകും. ഒപ്പം തന്നെ പ്രോഗ്രാമുകളിലുമൊക്കെ കൃത്യമായ നിലവാരം പുലർത്തി മുന്നോട്ട് പോകാൻ എല്ലാ കാലത്തും അമൃത TV ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇത്. ഒപ്പം ഓണത്തിന് പ്രേക്ഷകരിലേക്ക് കൂടുതൽ ഓണസമ്മാനങ്ങൾ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ പദ്ധതിയും നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണവും വന്നത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി വളരെ ആകാംക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ആ നിമിഷത്തിലേക്കാണ്. ആരാണ് ഇന്നത്തെ ആ മെഗാ വിജയി, 1 ലക്ഷം രൂപയുടെ ആ മെഗാ സമ്മാനം നേടാൻ പോകുന്നത് ആരാണെന്ന് അറിയാം. അമൃത TV പ്രേക്ഷകർക്ക് 12 ലക്ഷം രൂപ നേടാനുള്ള വമ്പൻ അവസരം രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ അമൃത TV കാണുന്ന ഓരോ മണിക്കൂറിലും സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന QR കോഡ് സ്കാൻ ചെയ്ത് അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയുത്തരം രേഖപ്പെടുത്തുക. ഓരോ ദിവസവും കാത്തിരിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. കൂടാതെ ഓരോ മണിക്കൂറിലും മറ്റ് നിരവധി സമ്മാനങ്ങളും. ഓരോ മണിക്കൂറിലെയും വിജയികളെ കാത്തിരിക്കുന്നത് സ്വയംവര സിൽക്സും വണ്ടർലൈം നൽകുന്ന സമ്മാനങ്ങൾ. ഈ ഓണത്തിന് നമ്മൾ അമൃത TV നല്ലോണം കണ്ടോണം, ലക്ഷങ്ങൾ കൊണ്ടോണം. ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ മെഗാ വിജയി ആരെന്നുള്ള അറിയാനുള്ള ഒരു സമയമാണ്. മെഗാ വിജയെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മാനദണ്ഡം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. ഏറ്റവും കൂടുതൽ ശരി ഉത്തരങ്ങൾ അയച്ചവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളാണ് മെഗാ വിജയി. ഒരു ആകാംക്ഷയുടെ നിമിഷമാണ് എല്ലാവർക്കും എന്നെനിക്ക് തോന്നുന്നു. നമുക്ക് ആ മെഗാ വിജയിയിലേക്ക് പോകാം. മെഗാ വിജയിയിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തിരഞ്ഞെടുത്ത ആളുകൾ ടെലിഫോൺ ലൈനിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മെഗാ വിന്നർ ആകാൻ പോകുന്ന ആൾ ആരാണ്? ഹലോ ഹലോ, ഇത് തോമസ് കുഞ്ഞുമോനാണോ? അതെ അതെ അതെ, അമൃത TV നിന്നാണ്. അതെ. ഈ നമ്മുടെ ഈ സമ്മാന പദ്ധതിയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ചിരുന്നോ? അയച്ചിരുന്നു. എത്ര ചോദ്യങ്ങൾക്കാണ് ഉത്തരങ്ങൾ അയച്ചത്? 12 ചോദ്യങ്ങൾക്ക് ഉത്തരം. തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും കൂടുതൽ ശരി ഉത്തരം അയച്ച ഇന്നത്തെ മെഗാ വിജയ്, ആ നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾ താങ്കളാണ്, തോമസ് കുഞ്ഞുമോൻ. അഭിനന്ദനങ്ങൾ. ഓക്കെ ഓക്കെ. എവിടെയാണ് തോമസിന്റെ വീട്? എവിടെയാണ്? അഞ്ചൽ, കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിലാണ്. ഓക്കെ ഓക്കെ. തോമസ് എന്ത് ചെയ്യുന്നു? കൃഷിയാണ്. എന്ത് കൃഷിയാണ്? നമ്മളെ പുരയിടത്തില് വാഴ, കുരുമുളക്, പച്ചക്കറി, ഇങ്ങനെ പലതരം കൃഷികളാണ്. ഓണക്കാലത്ത് എങ്ങനെയുണ്ടായിരുന്നു? ഓണക്കാലത്ത് കുഴപ്പമില്ലായിരുന്നു. ഏതായാലും അഭിനന്ദനങ്ങൾ. എന്ത് തോന്നുന്നു ഇപ്പോൾ ഈ മെഗാ വിന്നർ ആയപ്പോൾ? 1 ലക്ഷം രൂപയുടെ സമ്മാനമാണ് ഈ ഓണക്കാലത്ത് തോമസിനായി എത്തുന്നത്. വളരെ സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചിരുന്നോ ഇത്? പ്രതീക്ഷിച്ച് ഉത്തരങ്ങൾ അയച്ചിരുന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഈ വിജയികളെ തെരഞ്ഞെടുക്കുമ്പോ അതിൽ വരുമോ ഇല്ലേ എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. തോമസിന്റെ വീട്ടിൽ ആരൊക്കെയാണ്? വീട്ടില് ഭാര്യയുണ്ട്, ഒരു മോളുണ്ട്. മോള് പഠിക്കുന്ന കുട്ടിയാണോ? പഠിത്തം കഴിഞ്ഞ് നിൽക്കുക. ഇപ്പൊ ഈ 1 ലക്ഷം രൂപ കിട്ടിയല്ലോ, എന്തായാലും ഈ ഓണക്കാലത്ത് ഒരു സമ്മാനമായിട്ട് എന്ത് ചെയ്യാനാണ് പോകുന്നത് ഈ 1 ലക്ഷം രൂപ കൊണ്ട്? 1 ലക്ഷം രൂപ എന്തെങ്കിലും കൃഷി കാര്യങ്ങളിൽ ഉപയോഗിക്കാനാണ്. ഓണക്കാലം ഒരു മികച്ച സമയമാണ് കർഷകരെ സംബന്ധിച്ചല്ലേ? അത്യാവശ്യം കച്ചവടമൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അങ്ങനെ ആയിരുന്നോ? അതെ അതെ. നമ്മുടെ എന്തൊക്കെ പരിപാടികളാണ് സ്ഥിരമായി കാണാറുള്ളത്? വാർത്ത കേൾക്കാറുണ്ട്. അതിലുള്ള പരിപാടികള് സൂപ്പർ സ്റ്റാർ, റിയാലിറ്റി ഷോസ് ഒക്കെ കാണാറുണ്ട് അല്ലേ? ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പാട്ടുകളൊക്കെ ഇഷ്ടമായിരിക്കും. അതെ അതെ അതെ. ഏതായാലും അഭിനന്ദനങ്ങൾ, ഒരിക്കൽ കൂടി ആശംസകൾ. നാളെ തന്നെ ഈ സമ്മാനം, 1 ലക്ഷം രൂപയുടെ സമ്മാനം തോമസ് കുഞ്ഞുമോന്റെ വീട്ടിലെത്തിക്കും അമൃത TVയുടെ പ്രതിനിധികൾ. അതെ. ഏതായാലും അഭിനന്ദനങ്ങൾ. ഒപ്പം എല്ലാവരോടും പറയൂ, വലിയ സമ്മാനമല്ലേ എത്തിയിരിക്കുന്നത്. അതെ 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 അതെ. സന്തോഷം. ഞങ്ങളുടെ ഈ സമ്മാന പദ്ധതിയുടെ ഭാഗമായതിലൊപ്പം മെഗാ വിന്നർ ആയതിൽ എല്ലാവിധ ആശംസകളും ഒപ്പം അഭിനന്ദനങ്ങളും. ഓക്കെ ഓക്കെ, താങ്ക് യു. തോമസ് കുഞ്ഞുമോൻ ഇന്നത്തെ മെഗാ വിജയിയാണ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നത്. 1 ലക്ഷം രൂപയുടെ മെഗാ സമ്മാനം. അദ്ദേഹം കർഷകനാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ പോവുകയാണ് ആ 1 ലക്ഷം രൂപ. ഏതായാലും അഭിനന്ദനങ്ങൾ. ഇന്നത്തെ മറ്റ് വിജയികൾക്കും 12 ഓരോ മണിക്കൂറിലെയും വിജയികൾ 12 പേരുണ്ടായിരുന്നു. അവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. അമൃത TV നല്ലോണം കണ്ടോണം, ലക്ഷങ്ങൾ കൊണ്ടോണം സമ്മാന പദ്ധതിയുടെ ആരൊക്കെയാണ് ഈ സമ്മാന പദ്ധതിയിൽ വിജയിച്ചത് എന്നാണ് നമ്മൾ ഇപ്പോൾ അറിഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓണനാളുകളിൽ മുഴുവൻ സമ്മാന
പെരുമഴയായാണ് ഞങ്ങൾ എത്തിയത്. ഇനി ഒരു ദിവസം കൂടി, അതായത് നാളെ ചതയ ദിനം കൂടി ഈ സമ്മാന പദ്ധതി ഉണ്ട്. ഇന്ന് സമ്മാനം കിട്ടാത്തവർ തീർച്ചയായും നിരാശരാകേണ്ട കാര്യമില്ല. ഇനിയും നിങ്ങൾക്ക് ഒരു അവസരം കൂടി ഉണ്ട്. അടുത്ത വിജയി ഒരു പക്ഷേ നിങ്ങളാകാനുള്ള സാധ്യതയുണ്ട്. അമൃത ടിവിയിലെ പരിപാടികളും വാർത്തകളും മുടങ്ങാതെ കാണുക. സ്ക്രീനിൽ വരുന്ന QR കോഡിലുള്ള ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകുക. അമൃത TV നല്ലോണം കണ്ടോണം, ലക്ഷങ്ങൾ കൊണ്ടോണം. എല്ലാ വിജയികൾക്കും ഒരിക്കൽ കൂടി ആശംസകളും അഭിനന്ദനങ്ങളും നേരുകയാണ്.